ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൈക്രോ USB കേബിളിൽ ഒരു പവർ LED ഇൻഡിക്കേറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ പവർ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. പിന്നെ കാരണം ഈ ഇടയ്ക്ക് എനിക്കൊരു പ്രോബ്ലം പറ്റി. കാരണം വെച്ചാൽ എൻ്റെ പവർ അഡാപ്റ്റർ പ്രോബ്ലമാറ്റിക് ആയിരുന്നു. അതിൽ നിന്ന് സപ്ലൈ ഒന്നും വരുന്നില്ല. പക്ഷേ ഞാൻ മൈക്രോ USB കണക്ട് ചെയ്യുമ്പോഴൊന്നും പവർ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച കേബിളിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ കേബിൾ അങ്ങ് റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്തപ്പം എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞാൻ പിന്നെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് അഡാപ്റ്റർ കംപ്ലൈന്റ് എന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. അതായത് ഒരു LED ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ രണ്ടാമതൊരു മൈക്രോ USB കേബിൾ വാങ്ങിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഈ മൈക്രോ USB ഉണ്ടാക്കുന്നവർ ഒരു LED-യും ഒരു റെസിസ്റ്ററും കൂടെ ഇതിനകത്ത് കണക്ട് ചെയ്യാത്തതെന്ന്. ടൈപ്പ് സി കേബിൾ ആയിരുന്നാലും ശരി, ഈ മൈക്രോ USB കേബിൾ ആയിരുന്നാലും ശരി, ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ വളരെ വളരെ ഉപയോഗമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് നല്ലതാണോ ഇല്ലയോ എന്ന്. പക്ഷെ എനിക്കിത് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ കാരണം ഞാൻ അഡീഷണൽ ഒരു മൈക്രോ USB കേബിൾ വാങ്ങിക്കേണ്ടി വന്നു. ഈ ഒരു അഡാപ്റ്ററിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. കാരണം ഇപ്പം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞു ഇതൊരു നല്ലൊരു ഒരു സർക്യൂട്ട് തന്നെയാണ്. കാരണം അഡീഷണൽ എക്സ്ട്രാ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞ് LED-യും പിന്നെ ഒരു റെസിസ്റ്ററും മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്ത്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു ആൾക്കാർക്ക്. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കേബിളിന്റെ എൻഡ് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ വയർ അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നു. നമ്മൾ അത് അഡീഷണൽ ആയിട്ടൊന്നുമില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഏതായാലും പ്ലസും മൈനസും വരുന്നുണ്ട് 5 വോൾട്ട്. അതിൽ ഒരു റെസിസ്റ്ററും പിന്നെ ഒരു LED-യും കണക്ട് ചെയ്തു, ഫിക്സ് ചെയ്തു, അങ്ങ് ഉറപ്പിക്കുന്നു. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു വലിയ സർക്യൂട്ട് ഒന്നും വേണ്ട. ഏതൊരു ആൾക്കാർ ഇലക്ട്രോണിക്സിന്റെ ബേസിക് നോളജ് ഉള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പൊ കണക്ട് ചെയ്യുമ്പോൾ ഒറ്റ ഇത് മാത്രം നോക്കിയാൽ മതി. പ്ലസും മൈനസിലും മാത്രം കണക്ട് ചെയ്താൽ മതി. അതായത് 5 വോൾട്ടിലും നെഗറ്റീവിലും മാത്രമേ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. ഡേറ്റ ലൈനോ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻ കേസ് ഡേറ്റ ലൈൻ ഉള്ളതാണെങ്കിൽ. ടൈപ്പ് സി ആണെങ്കിൽ ഒരു പവർ സപ്ലൈ അവിടെ വരുന്നുണ്ടല്ലോ, +5 വോൾട്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ടൈപ്പ് സി വരുമ്പം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പം 9 വോൾട്ട് ഒക്കെ കയറി വരും ഇതിനകത്ത്. അതായത് ഫാസ്റ്റ് ചാർജിങ്ങിൽ 9 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള അഡാപ്റ്റർ ആണെങ്കിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ഇത്തിരി ഹയർ ആയിട്ട് കൊടുക്കുക. കാരണം നമുക്കൊരു ഇൻഡിക്കേഷൻ മാത്രം മതി പവർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ LED വളരെ ഡിമ്മായിട്ട് കത്തിയാലും നമുക്കൊരു പ്രോബ്ലം വരുന്നില്ല. കേബിളിൽ നടുക്കത്തെ ആ യെല്ലോ ലൈനും വൈറ്റ് ലൈനും ആണ് ഡേറ്റ ലൈനെ. ആ എഡ്ജിലുള്ള രണ്ട് ഇതാണ് പ്ലസും മൈനസും. അപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ട പ്ലസും മൈനസിലും കളർ ഇൻഡിക്കേറ്റർ, അതായത് വയറിന് കളറിലായിട്ട് റെഡും ബ്ലാക്കോ വൈറ്റോ അല്ല, റെഡും ബ്ലാക്കോ ഒന്നും കൊടുത്തിട്ടില്ല. അവര് എന്താന്ന് വെച്ചാൽ ഒരു സ്ലീവ് അല്ലാത്ത, അതായത് റെഡോ ബ്ലാക്കോ ഒന്നും സ്ലീവ് ഇല്ലാത്ത ഒരു വയർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ പ്ലസും മൈനസും. അത് LED ആകുമ്പോൾ കുഴപ്പമില്ല, പ്ലസും മൈനസും മാറി കൊടുത്താൽ കത്തൂല, നേരെ കൊടുത്താലേ കൊടുത്താൽ. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ LED കണക്ട് ചെയ്യുമ്പോൾ എന്തോന്നാലും ഒരു സ്ലീവോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് സ്ട്രിങ് ട്യൂബോ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഒരു ഇൻസുലേറ്റർ അതിനകത്ത് കണക്ട് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ, സോൾഡർ ചെയ്യാൻ കേട്ടോ. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് നല്ലതാണ്. LED ഇതിന്റെ പുറത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. സൂപ്പർ ഗ്ലൂ ഇട്ടോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ 3M തന്നെ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇളകി പോകും. പിന്നെ ഇല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഇട്ടോ. ഗ്ലൂ ഗണ്ണാണ് ഏറ്റവും ബെസ്റ്റ് വഴി, നല്ല ഗ്ലേസിങ് ആയിരിക്കും. പിന്നെ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. പിന്നെ നിങ്ങളിത് ഡേറ്റ ലൈൻ കണക്ട് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് മാറാതെ നോക്കണം. അതേ കളർ കോഡിൽ തന്നെ. കാരണം എന്തോന്നാലും ഏത് മൈക്രോ USB കേബിൾ എടുത്താലും അതിനകത്ത് ഡേറ്റ ലൈനിന് കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും അവര്. അപ്പൊ ആ കളർ കോഡിൽ തന്നെ കണക്ട് ചെയ്യണം. പ്ലസ് മൈനസ് മാറിപ്പോയാൽ ചിലപ്പം ഡേറ്റ ലൈൻ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പൊ അത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഒരു 10-15 മിനിറ്റത്തെ പണിയേ ഉള്ളൂ ഇത് ചെയ്യാൻ. കാരണം വെച്ചാൽ വയർ കട്ട് ചെയ്യുന്നു, സ്ലീവ് മാറ്റുന്നു, മറ്റേ ടിൻ ചെയ്യുന്നു, അതായത് വയറിന്റെ ടിൻ ചെയ്യുന്നു, പ്ലസും മൈനസും കണ്ടുപിടിക്കുന്നു, LED കണക്ട് ചെയ്യുന്നു, റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, സ്ലീവ് കണക്ട് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, ഇൻസുലേറ്റർ ഇട്ട് ഇത് ഫിക്സ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതിനകത്ത് പണി. വേറെ സർക്യൂട്ട് ഒന്നും ഇല്ല. കാരണം വെച്ചാൽ വർക്ക് ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഇത് അടിച്ചു പോയി. കാരണം കേബിൾ മാറാതിരുന്നില്ലേ, അതായത് ഇതിന്റെ ഡേറ്റ ലൈൻ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരുന്ന പ്രശ്നം, പ്ലസും മൈനസും ഡേറ്റ കേബിൾ ലൈനും മാറാതിരുന്ന ഒരു പ്രശ്നവും ഇല്ല. കാരണം LED തിരിഞ്ഞു പോയാൽ കത്തൂലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് വളരെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് എഴുതി ചോദിക്കാനും മറക്കല്ലേ കേട്ടോ. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറയുമ്പോൾ നല്ല വെളിച്ചമുണ്ട് LED-ക്ക്. അതുകൊണ്ട് തന്നെ രാത്രി ഇരുട്ടത്ത് നിങ്ങൾക്ക് ചാർജിങ് പോർട്ട് കാണണമെങ്കിൽ ഈ LED യൂസ് ചെയ്യാം. ഇത് കണ്ടോ, എൻ്റെ പവർ ബാങ്കിന്റെ ചാർജിങ് പോർട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇതാണ് അതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് റെഡ് LED ആണെങ്കിൽ ഇത് ഇത്ര കാണൂല. വൈറ്റോ ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല, ഗ്രീൻ ആണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇത് കാണാൻ പറ്റും. ഇതെന്റെ JBL-ന്റെ സ്പീക്കറാണ്. അതിപ്പോൾ അതിനകത്ത്, അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ, അതിനകത്ത് നിങ്ങൾക്ക് അതിന്റെ ചാർജിങ് പോർട്ടെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതിന്റെ വെളിച്ചം. കാരണം 5 വോൾട്ട് നല്ല വെട്ടമാണ് കിട്ടുന്നത്. പിന്നെ ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും കുഴപ്പമില്ല, കമന്റ് ആയിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയറും ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സിന്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.